പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ ഇപ്പോൾ LED ബൾബുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഈ LED ബൾബ് ഫീസായി അല്ലെങ്കിൽ കേടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കേടായ ബൾബുകൾ രണ്ടാമത് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ കേടായി കളയുന്ന LED ബൾബ് എങ്ങനെ കത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആർക്ക് വേണോ, ഇലക്ട്രോണിക്സ് മാറ്റും ഇലക്ട്രിക്കൽ മാറ്റും ബന്ധമില്ലാത്ത ആർക്ക് വേണോ ഇത് വളരെ ഈസി ആയിട്ട് കത്തിക്കാവുന്നതാണ്. ഇതിന് വേറെ ഉപകരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവറും ഒരു സോൾഡറിങ് അയണും, സാധാരണ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണ വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വയർ ഇളകിപ്പോയാൽ അതിനെ ഷോപ്പിൽ കൊണ്ടു കൊടുക്കാതെ നമുക്ക് അത് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളൊരു സാധനമാണ് സോൾഡറിങ് അയൺ. 100 രൂപ മുതൽ ഓൺലൈനിൽ നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും. അത് നിങ്ങളൊരെണ്ണം വാങ്ങുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും ഈ സോൾഡറിങ് അയൺ കിട്ടും. നിങ്ങളൊരെണ്ണം വാങ്ങി വയ്ക്കുക. അത് മാത്രമേ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവുള്ളൂ. നിങ്ങൾക്ക് ആർക്ക് വേണോ അത് കത്തിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമ്മളിത് കത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ വീട്ടിൽ പാഴായ ഒരു LED ഇത് കത്തിക്കാൻ നോക്കുകയാണ്. ഇത് കേടായതാണ്. ഇത് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഇത് കത്തുന്നില്ല. ഇത് നമുക്ക് എങ്ങനെ കത്തിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മളിതിൻ്റെ മേൽമൂടി ആദ്യം മാറ്റണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് പ്ലെയറോ അല്ലെങ്കിൽ ചിറ്റുകയോ എന്തെങ്കിലും എടുത്ത് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ചെറിയ 2-3 തട്ട് തട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ പശ അങ്ങ് മാറുകയും നമുക്ക് അത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് ഇളകിയിരിക്കുകയാണ്. ഇളക്കി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ കാണും, അത് നമ്മളൊന്ന് ഇളക്കി മാറ്റുക. അതിനുശേഷം അതിൻ്റെ സൈഡിൽ നമ്മൾ ആ അലുമിനിയം ഷീൽഡ് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് പയ്യെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ നമ്മൾ വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് സൈഡ് ചിലപ്പം ശകലം പൊട്ടിയെന്ന് വരും. അത് എന്നാലും നമുക്കത് ചെയ്യാവുന്നതാണ്. സോൾഡറിങ് അയൺ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലഗിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അതിൻ്റെ സൈഡിൽ പ്രസ് ചെയ്ത് അത് ഇളക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും LED ബൾബ്, ആ ഷീൽഡും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഷീൽഡ് മാത്രം മതി. നമുക്ക് ആ അലുമിനിയം ഷീൽഡ് മാത്രം മതി. വാങ്ങുന്ന LEDയിൽ ഒരു ബോർഡ് കാണാൻ സാധിക്കും. അത് നമ്മുടെ ഹോൾഡറുമായിട്ട് സംയോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കത് ഒരു പ്ലെയർ അയൺ ചൂടാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ പുറത്ത് വച്ചതിന് ശേഷം നമുക്ക് പയ്യെ ആ പ്ലെയർ കൊണ്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോർഡ് ഒരുമിച്ച് ഈ ചൂട് കാരണം ഇളകി പോരും. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അത് ഇളകി താഴേക്ക് പോരും. അത് നമുക്ക് ആവശ്യമില്ല. നമ്മളിനി ചെയ്യാൻ പോകുന്നതെല്ലാം പുതിയ LED ബൾബ് വെച്ച് കത്തിക്കാൻ പോവുകയാണ്. അത് ഡയറക്റ്റായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ബോർഡിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, നേരത്തെ ബോർഡ് കൊടുത്തിരുന്ന ആ 2 ഹോള്, നമ്മുടെ ബോർഡിൻ്റെ 2 ഹോൾ അവിടെ തെളിഞ്ഞ് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്കവിടെ ഒരു 2 ഹോള് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്ക്രൂവോ എന്തെങ്കിലും മുനയുള്ള എന്തെങ്കിലും വെച്ച് നമുക്ക് 2 ചെറിയ ഹോൾ അവിടെ, കാര്യം അത് നമുക്ക് ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയർ ഇതുവഴി കടത്തിവിടേണ്ടതാണ്. വയറിൻ്റെ കമ്പി നമുക്ക് കടത്തിവിടേണ്ടതാണ്. എന്നാൽ മാത്രമേ സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതാണ്ട് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് അത് ചെറിയ 2 ഹോൾ ഇടുകയാണ്. ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിതിപ്പോൾ എൻ്റെ ഉള്ളതിൻ്റെ പേരിൽ ഞാനിത് ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മുനവിളി പോലത്തെ സാധനം വെച്ച് നമുക്ക് ഹോൾ തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹോൾ ഇടാം. മിക്കവാറും അത് നമ്മൾ അയൺ വെച്ച് നമുക്ക് ഈ ബോർഡ് മാറ്റുന്ന സമയത്ത് തന്നെ ആ ഹോൾ അവിടെ തെളിയും. ഒരു കമ്പി കയറ്റാൻ കണക്കിനുള്ള 2 കമ്പി കയറ്റാൻ കണക്കിനുള്ള ഹോള് നമുക്കവിടെ തെളിയും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു മുനവിളി വെച്ചതുപോലെ അത്
2 ഹോള് നമ്മൾ ഉണ്ടാക്കുക. ചെറിയ 2 ഹോള് മതി. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ 2 വയർ കഷ്ണം, ചെറിയ 2 വയർ കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. 2 വയർ കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് നല്ല അത് ഒന്ന് ക്ലിയറാക്കി വച്ചതിന് ശേഷം സോൾഡറിങ് അയണിൻ്റെ പേസ്റ്റ് നമ്മൾ അതിൽ ശകലം ഒന്ന് ചാലിച്ചു കൊടുക്കുക. ബ്ലേഡ് വെച്ച് ഇതുപോലെ ഉരസി കഴിഞ്ഞാൽ അത് നമുക്ക് സോൾഡറിങ് പിടിക്കാനുള്ള ആ ഒരു രീതിയാവും. എന്നാൽ മാത്രമേ സോൾഡറിങ് പിടിക്കുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. സോൾഡറിങ് നമുക്കതിൽ പിടിക്കണം. അയൺ അതിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ 2 വയറിൻ്റെ 4 ഭാഗത്തും നമ്മൾ സോൾഡറിങ് അയൺ ഇതുപോലെ പിടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആ ഹോൾ ഇട്ട ഭാഗത്ത് അല്ലെങ്കിൽ ഹോളുണ്ടായ ആ ഭാഗത്ത് നമ്മൾ ഓരോ വയർ കയറ്റിയതിന് ശേഷം അതിൻ്റെ കമ്പി മാത്രം പുറത്ത് വന്നാൽ മതി. കമ്പി പുറത്ത് വരുമ്പോഴത്തേക്ക് അത് വെച്ച് അവിടെ നമ്മുടെ ഹോൾഡർ കൊടുക്കുന്ന സാധാരണ നമ്മുടെ ഹോൾഡറിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് അലുമിനിയം ഷീൽഡ്, ഇത് നമ്മുടെ ഹീറ്റാവുന്നത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലുമിനിയം ഷീൽഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് കമ്പനിക്കാർ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ആക്കിയതിന് ശേഷം, ഈ കാണുന്നത് പോലെ ആക്കിയതിന് ശേഷം അതിനുശേഷം നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ ആ LED ബൾബിൻ്റെ പാനലിൽ നിന്ന് ഒരെണ്ണം എടുത്തതിന് ശേഷം, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത് 20 എണ്ണമുള്ള ഒരു പാനലാണ്. സാധാരണ നിങ്ങൾക്ക് അതിൽ കൂടുതലുള്ളത് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. നമ്മൾ നേരത്തെ ഇളക്കി വെച്ച സ്ക്രൂ 2 എണ്ണവും ഇത് 2 അടുത്തായിട്ട് അതുപോലെ ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിതായി ഫിറ്റ് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഫിറ്റ് ചെയ്ത് വയ്ക്കുക. രണ്ട് സ്ക്രൂ ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ഷീൽഡിൻ്റെ ഹോൾ വഴി നമുക്ക് ഈ 2 വയറിനെയും ഈ ബൾബുമായിട്ട് ബന്ധിപ്പിക്കാൻ കണക്കിന് നമ്മളിങ്ങ് പുറത്തേക്കാക്കുക. ഇതിൽ നമുക്ക് NL എന്ന് പറഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ആ ഭാഗത്ത് സോൾഡറിങ് കാണും. ആ ഭാഗത്ത് നമ്മളിത് 2 വയറും നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുക. Nലും ഒരു വയർ Nലും ഒരു വയർ Lലും നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുക. രണ്ടിടത്ത് നമ്മളിതുപോലെ സോൾഡർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ഷീൽഡ് നമ്മൾ നേരത്തെ വച്ചിരുന്നത് പോലെ നല്ല ഉറപ്പിച്ച് വയ്ക്കുക. നമ്മൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി, അത് ചേർന്നിരുന്നോളൂ. അല്ലെങ്കിൽ പ്ലെയർ എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് അത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം നമ്മുടെ LED ബൾബിൻ്റെ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ LED ബൾബിൻ്റെ മേൽമൂടി നമ്മളിതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കുക. അഥവാ നമുക്കത് ലൂസാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം ഗമ്മ എന്തെങ്കിലും ഉപയോഗിച്ച് അത് ഒട്ടിച്ച് വയ്ക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ LED ബൾബിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ കേടായി മാറ്റി വെച്ചിരുന്ന ആ LED നല്ല രീതിയിൽ പ്രകാശിക്കുന്നത് നമുക്ക് കാണാം. ആവശ്യത്തിനുള്ള പ്രകാശമുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വെറും 20 രൂപ ചെലവിൽ നിങ്ങൾ വീട്ടിൽ കേടായി കളയുന്ന LED നിങ്ങൾക്ക് സുഗമമായിട്ട് കത്തിച്ചെടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഉപകാരമായിരിക്കും. എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ Only personal use is allowed.